കന്നഡ സിനിമയുടെ അഭിമാനവും ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളുമാണ് നവീൻ കുമാർ ഗൌഡ എന്ന യാഷ്. റോക്കിംഗ് സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നടൻ കഠിനാധ്വാനത്തിലൂടെയും തന്റേതായ അഭിനയശൈലിയിലൂടെയും തെന്നിന്ത്യയിലും പുറത്തും വലിയ ആരാധകവൃന്ദത്തെ സ്വന്തമാക്കി. 1986 ജനുവരി 8 കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിലാണ് യാഷ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് അരുൺകുമാർ ഒരു KSRTC ബസ് ഡ്രൈവറായിരുന്നു. അമ്മ പുഷ്പ വീട്ടമ്മയും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണ് യാഷ് വളർന്നത്. ചെറുപ്പം മുതലേ അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചു. ഒരു അഭിമുഖത്തിൽ യാഷ് പങ്കുവച്ചത്, തുടക്കത്തിൽ 500 രൂപയായിരുന്നു പ്രതിഫലം. എല്ലാവരും കാറുകളിൽ ഷൂട്ടിംഗ് സെറ്റിൽ വരുമ്പോൾ ഞാൻ ബൈക്കിലാണ് എത്തിയിരുന്നത്. റോക്കി ബായിലേക്കുള്ള വഴി അത്ര എളുപ്പമായിരുന്നില്ല. ബാംഗ്ലൂരിലെത്തിയ ശേഷം യാഷ് പ്രശസ്ത നാടകപ്രവർത്തകനായ വി കാരന്തിന്റെ ബനഗ നാടക ട്രൂപ്പിൽ ചേർന്നു. അവിടെ നിന്ന് അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു. പിന്നീട് 2004 നന്ദ ഗോകുല എന്ന കന്നഡ ടെലിവിഷൻ സീരിയലിലൂടെയാണ് അദ്ദേഹം അഭിനയരംഗത്തേക്ക് കടന്നുവരുന്നത്. മാലെ ബില്ലു, പ്രീതി ഇല്ലാട മേലെ തുടങ്ങിയ സീരിയലുകളിലൂടെ അദ്ദേഹം TV പ്രേക്ഷകർക്കിടയിൽ പ്രശസ്തനായി. 2007 ജമ്പാഡ ഹുഡുഗി എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് യാഷ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ 2008 പുറത്തിറങ്ങിയ മോഗ്ഗിന മനസ്സു എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് അദ്ദേഹത്തിന് മികച്ച സഹനടനുള്ള ഫിലിംഫെയർ അവാർഡ് സൗത്ത് ലഭിച്ചു. ഈ സിനിമ വലിയ വിജയമായിരുന്നു. തുടർന്ന് റോക്കി, 2008 ഗോകുല, 2009 മോഡലസാല, 2010 രാജധാനി, 2011 കിരാതക, 2011 തുടങ്ങിയ ചിത്രങ്ങളിൽ നായകനായി. ഡ്രാമ 2012 ഗൂഗ്ലി, 2013 രാജാഹുലി, 2013 ഗജകേസരി, 2014 എന്നിവ അദ്ദേഹത്തിന് കന്നഡ സിനിമയിൽ മുൻനിര നായകന്മാരുടെ പട്ടികയിൽ ഇടം നേടിക്കൊടുത്തു. 2014 പുറത്തിറങ്ങിയ മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാമാചാരി ഒരു വലിയ ബ്ലോക്ക്ബസ്റ്ററായിരുന്നു. ഈ ചിത്രം കന്നഡയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിലൊന്നായി മാറി. ദേശീയ താരപദവിയിലേക്ക് യാഷിന്റെ കരിയറിലെ നിർണായക വഴിത്തിരിവായത് 2018 പുറത്തിറങ്ങിയ KGF ചാപ്റ്റർ 1 ആണ്. റോക്കി ബായ് എന്ന അധോലോക നായകന്റെ കഥാപാത്രം ഇന്ത്യയിലുടനീളമുള്ള പ്രേക്ഷകർ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു. കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി ഉൾപ്പെടെ 5 ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസ് ചെയ്ത ഈ ചിത്രം കന്നഡ സിനിമയുടെ വാണിജ്യ സാധ്യത വർദ്ധിപ്പിച്ചു. 2022 പുറത്തിറങ്ങിയ KGF ചാപ്റ്റർ 2 ആകട്ടെ യാഷിന്റെ താരമൂല്യം ആകാശത്തോളം ഉയർത്തി. ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ നേടി ഈ സിനിമ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. നന്ദ ഗോകുല എന്ന സീരിയലിൽ സഹതാരമായിരുന്ന രാധിക പണ്ഡിറ്റിനെയാണ് യാഷ് വിവാഹം ചെയ്തത്. 2016 ഡിസംബർ 9 ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു വിവാഹം. ഇവർക്ക് ഐറ എന്ന മകളും ആയുഷ് എന്ന മകനുമുണ്ട്. ഒരു ബസ് ഡ്രൈവറുടെ മകനായി തുടങ്ങി സ്വന്തം പരിശ്രമത്തിലൂടെയും പ്രയത്നത്തിലൂടെയും ഇന്ത്യൻ സിനിമയിലെ റോക്കിംഗ് സ്റ്റാർ ആയി മാറിയ യാഷിന്റെ ജീവിതം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു പ്രചോദനമാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.